ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ പീസ് ആനിമയിൽ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ ആർക്കാണ്. അപ്പോൾ ഈ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ ആർക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത് അർലോങ് പാർക്ക് എന്ന് പറഞ്ഞ ആർക്കാണ്. അപ്പോൾ ഈ അർലോങ് പാർക്ക് എന്ന് പറഞ്ഞ ആർക്കിൽ എന്താണ് നാമി, ഉസോപ്പ്, സോറോ, സാഞ്ചി, ലൂഫി. അപ്പോൾ നാമി നമ്മുടെ ക്രൂവിൽ ചേർന്നിട്ടുണ്ട് ഈ അർലോങ് പാർക്കിന് ശേഷം. അപ്പോൾ ഇവർ ഒന്നിച്ച് എന്താണ് ഈ ഗ്രാൻഡ് ലൈൻ ക്രോസ് ആണ്. അപ്പോൾ ഈ ഗ്രാൻഡ് ലൈൻ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് മെയിൻ ആയിട്ടുള്ളൊരു ടൗൺ ആണ് എന്താണ് ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രാൻഡിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ ടീം ലൂഫിയും ക്രൂവും ലോക്ക്ഡൌണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ നമ്മുടെ ടീമിലുള്ള 4 പേരും, അതായത് ഉസോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസോപ്പിന് മറ്റേ അവന് സ്നൈപ്പറാണ്. അപ്പോൾ അങ്ങനത്തെ അമ്പഴാനുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്ക് പോകും. സോറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാള് മേടിക്കാൻ പോകും. സാഞ്ചി കുക്കായതുകൊണ്ട് ഫുഡ് മേടിക്കാൻ പോകും. നാമി അവൾക്ക് വെതറിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ ഇങ്ങനെ പോകും. അവളിങ്ങനെ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ളൂ. അങ്ങനെ സോറോന്റെ സമയത്ത്, അപ്പോൾ സോറോ ഇങ്ങനെ പോണ സമയത്ത് എന്താണ് സോറോ സോഡ് മേടിക്കാൻ വേണ്ടിയിട്ട് സോഡിന്റെ സ്റ്റോറിക്ക് പോകും. അപ്പോൾ സോറോ സോഡ് ചൂസ് ചെയ്യണ ഭാഗമുണ്ട്. അതൊക്കെ നല്ല കിഡിലനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കേഴ്സ്ഡ് സോളാണ്. സോറോക്ക് ഒരു കേഴ്സ് സോൾ കാണുമ്പോൾ അതിന് സോറോക്ക് അതിൽ വലിയ പൈസ ഇല്ല, എന്നാൽ പൈസ കുറഞ്ഞ സംഭവം കിട്ടാൻ വേണം. അപ്പോൾ പൈസ കുറഞ്ഞ ഇതിനാണ് കിട്ടുന്നത് കേഴ്സ്ഡ് സോഡ്. അപ്പോൾ കേഴ്സ് ചെയ്ത സോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അതൊരാൾക്ക് കിട്ടില്ല, അത് ഉപയോഗിക്കുന്നവരിന് മരണം ഉറപ്പാണ്. അതായത് ആ വാളെടുത്തവൻ വാളാലെ തന്നെ തീരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതുള്ളത്. അപ്പോൾ അങ്ങനെ സോറോ എന്ത് ചെയ്യും, ഈ വാൾ എടുക്കുന്നതിന് മുമ്പ് ഈ വാള് അവനക്കുള്ളതാണെങ്കിൽ അവൻ അത് എടുക്കും, അല്ലെങ്കിൽ എടുക്കില്ല. അതുകൊണ്ട് അപ്പോൾ അവനക്കുള്ളതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നേരെ മുകളിലേക്ക് എറിയും ആ വാള്. എന്നിട്ട് അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ അവൻ്റെ കൈമ മുറിയാണെങ്കിൽ കൊള്ളയാണെങ്കിൽ ആ വാൾ അവനുള്ളതല്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ വാൾ അവനുള്ളതാണ്. അങ്ങനെ നിൽക്കണത്. അങ്ങനെ ആ വാള് സെലക്ട് ചെയ്ത് പോണ ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ടഷിക എന്ന് പറഞ്ഞ ഒരു നാവി, മറൈൻ നാവിനെ കാണുന്നത്. അപ്പോൾ ടഷിക എന്ന് പറഞ്ഞാൽ മറൈൻ നാവിനെ കാണുമ്പോൾ സോറോക്ക് ഭയങ്കര സോറോ നിന്നു പോകും. കാരണം സോറോയുടെ പണ്ടുണ്ടായിരുന്ന കൂട്ടുകാരൻ, മരണപ്പെട്ടു പോയ ഒരു കൂട്ടുകാരുണ്ട്, അങ്ങനെ കുനിയ. അപ്പോൾ ഈ കുനിയയുടെ കറക്റ്റ് രൂപം, കുനിയ വലുതായി കഴിഞ്ഞാൽ കറക്റ്റ് ആര് ഇവളാണ് ആവണത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ സോറോ ഇങ്ങനെ നിന്നു പോകും. കുറച്ച് നേരം ആലോചിച്ച് നിന്നു, ഇത് ഇവള് ഇങ്ങനെ അങ്ങനെ ഒരു ഇതിൽ നിന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പിന്നെ ലൂഫിനെ കാണിക്കണ്ട. അപ്പോൾ ഈ ലൂഫി ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണല്ലോ. അപ്പോൾ ലൂഫിനോട് ക്യാപ്റ്റൻ സ്മോക്കറിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഈ ഒരു ആർക്കിലാണ്. ക്യാപ്റ്റൻ സ്മോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും, അതായത് നമ്മുടെ ഇനി വൺ പീസ് എന്ന് പറഞ്ഞ ആനിമയിൽ ത്രൂ ഔട്ട് വീണ്ടും വീണ്ടും കാണിക്കുന്ന ഒരാളാണ് ഈ ക്യാപ്റ്റൻ സ്മോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപ്റ്റൻ സ്മോക്കറിനൊക്കെ നമ്മൾ അറിയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സ്മോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് മറൈൻ നാവിയാണ്. ആളുടെ കയ്യിൽ എന്താണ് ഒരു സീ പ്രസൻ സ്റ്റോൺ ഉണ്ടാവും. സ്മോക്കറാണ് ആൾക്ക്, എന്താണ് പുകയാണ് ആളുടെ. ഡെവിൽ ഫ്രൂട്ടിന്റെ പവർ ഇങ്ങനെ സ്മോക്ക് ആവാൻ പറ്റും. അതാണ് ഈ ക്യാപ്റ്റൻ സ്മോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീ പ്രസൻ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡെവിൽ ഫ്രൂട്ട് പവർ ഇല്ലേ, അതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ, നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡെവിൽ ഫ്രൂട്ട് പവർ യൂസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഈ സീ പ്രസൻ സ്റ്റോൺ വെച്ചിട്ട് തൊട്ടാൽ അല്ലെങ്കിൽ അടിച്ചാൽ അവർക്ക് വേദനിക്കും, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും അവർ മനുഷ്യന് എങ്ങനെയാണോ കൊള്ളണത് അതുപോലെ തന്നെ അവർക്കും കൊള്ളും. അപ്പോൾ അതാണ് ഈ സീ പ്രസൻ സ്റ്റോൺ. അപ്പോൾ അതിനുശേഷം ലൂഫിനെ കാണുമ്പോൾ ഇവൻ ലൂഫിനെ പിടിക്കാൻ നോക്കണ്ട. അങ്ങനെ ബഗ്ഗി ദ ക്ലൗൺ തിരിച്ച് വരെയാണ് വീണ്ടും. അതായത് ലൂഫി ഒരു തവണ അടിച്ചിട്ട് പെട്ടിലാക്കി കളഞ്ഞാണല്ലോ, അപ്പോൾ തിരിച്ച് വീണ്ടും ഇതിലേക്ക് വരെയാണ്. അങ്ങനെ ബഗ്ഗി ദ ക്ലൗൺ നമ്മുടെ ലൂഫിനൊക്കെ പിടിച്ച് ലൂഫിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഈ എന്താണ് ലോക്ക്ഡൗൺ. അപ്പോൾ ഈ ലോക്ക്ഡൗണുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്ക്ഡൗണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ഡി റോജർ ഇല്ലേ, പൈററ്റ് കിങ് ആയ ഗോൾഡ് ഡി റോജർ ജനിച്ചതും മരിച്ചതും ഇതേ ഇടത്ത് വെച്ചാണ്. അതായത് ദ ഗ്രേറ്റ് പൈററ്റ് സ്റ്റാർട്ട് ചെയ്തതും ഇവിടെ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ സ്പെഷ്യാലിറ്റി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഗോൾഡ് ഡി റോജറിനെ എക്സിക്യൂട്ട് ചെയ്ത ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ലൂഫിനെ വെട്ടാൻ വേണ്ടി നമ്മുടെ ആരാണ് ബഗ്ഗി ദ ക്ലൗൺ പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പം ലൂഫിനെ വെട്ടാൻ നിൽക്കുമ്പോൾ ലൂഫിക്ക് കൊണ്ടുപോയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, ഐ എം ഗോയിങ് ടു ബി ദ കിങ് ഓഫ് ദ പൈററ്റ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും, ഗൈസ് ഐ എം ഡെഡ് എന്ന് പറയും. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ സ്മോക്കർ ഇങ്ങനെ ലൂഫിനെ ചിരിച്ചിങ്ങനെ കാണുമ്പോൾ സ്മോക്കർ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു എന്താണ് പൈററ്റ് ഇങ്ങനെ മരിക്കണതിന് മുമ്പ് ചിരിക്കണ ആളുണ്ടോ? അതങ്ങനെ സാധ്യമല്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ ഗോൾഡ് ഡി റോജർ. അപ്പോൾ അത് കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് നമ്മുടെ ഉള്ളിൽ കുറച്ച് ഫയർ ഇട്ടുന്ന സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ കയറി പോയി. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ലൂഫിനെ ഇങ്ങനെ വെട്ടാൻ വേണ്ടി ബഗ്ഗി നിൽക്കുന്ന സമയത്ത് നേരെ ഒരു മിന്നൽ, ഒരു തണ്ടർ ബോൾട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ മിന്നലൊന്ന് അടിക്കും. അങ്ങനെ ലൂഫി അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ലൂഫിയും ക്രൂവും ഓടി ഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് സ്മോക്കർ ഇവരെ ഫോളോ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മാൻ വരും. അങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാൾ വരും. അപ്പോൾ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളാരാന്ന് നമ്മൾ വരുന്ന സീസണുകളിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ സ്മോക്കറിനെ അടിച്ചിട്ടു. അങ്ങനെ സ്മോക്കറിനെ പിടിച്ചു വെച്ചിട്ട് ലൂഫിയും ക്രൂവും എസ്കേപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾ ഭയങ്കര ഒരു സംഭവം കേട്ടോ. അല്ലെങ്കിൽ അതായത് നമ്മുടെ വൺ പീസ് ആനിമയിലും ഭയങ്കര ഒരു പവറുള്ള ഒരാൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ലൂഫിനായിട്ടൊക്കെ ഭയങ്കര ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ പറയണതാണ് വരുന്ന എപ്പിസോഡുകളിലൊക്കെ അതെങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ നമ്മുടെ ഈ
സ്മോക്കറിനെ പിടിച്ച് ലൂഫിയും ക്രൂവും നേരെ ഗ്രാൻഡ് ലൈനിലേക്ക് ബിഗിനിങ് തുടങ്ങുന്നത്. അപ്പോൾ ഗ്രാൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എർത്ത് ഉണ്ട്, അതായത് വൺ പീസിലുള്ള പറഞ്ഞ വേൾഡിനെ 4 ആയിട്ട് തിരിച്ചേക്കുന്നതാണ്. അതായത് ഒരു ഇക്വേറ്റർ ലൈനാണ്, നമ്മുടെ എർത്തിൻ്റെ പകുതിയായിട്ട് ഒരു ലൈൻ പോകുന്നുണ്ട്, അത് 4 ആയിട്ട് ഒരു ക്രോസ് ഉണ്ട് അതിൻ്റെ നടുവിൽ. അപ്പോൾ 4 ആയിട്ട്, അതായത് ഈസ്റ്റ് ബ്ലൂ, വെസ്റ്റ് ബ്ലൂ, സൗത്ത് ബ്ലൂ, നോർത്ത് ബ്ലൂ എന്ന് പറഞ്ഞ 4 ലൈനായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ എപ്പിസോഡിൽ ഇപ്പോൾ പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ആർക്കിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന ആർക്കുകളെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ആർക്കിനെ കുറിച്ചോ ആനിമേനെ കുറിച്ചോ അല്ലെങ്കിൽ എപ്പിസോഡിനെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്, ബെല്ലൈക്കണൊക്കെ അടിച്ചു വെച്ചു ആവശ്യം വരുന്നേ. ബൈ ബൈ.